ശിവകുട്ടിയേട്ടാ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു നേരത്തെ. ഇന്നലെ ഇനിയിപ്പോ ഈ 24 മണിക്കൂർ പോകാനൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? എല്ലാവരും നമുക്ക് പറഞ്ഞതുപോലെ ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഒരു മാസക്കാലത്തെ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടലും കുറയ്ക്കലും പിന്നെ ചർച്ചയും നിങ്ങളുടെ എല്ലാവരും ഇടപെടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കണക്കിന് ഈ ടെലിവിഷൻ ചാനലിൻ്റെയൊക്കെ തന്നെ ഇടപെടലുകൊണ്ട് സമയം കുറേ അങ്ങ് പോയെന്ന് വേണമെങ്കിൽ വയ്ക്കാം. മത്സരിച്ച തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കടുത്ത മത്സരം ഇതായിരുന്നു. പ്രത്യേകിച്ച് മന്ത്രി എന്ന നിലയിൽ കൂടിയാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു 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 കടുത്ത മത്സരം എന്ന് പറയാവുന്ന ഇതാണോ? കടുത്ത മത്സരം എന്ന് പറയുന്ന ഇതാണ്. കാരണം പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, കേന്ദ്ര മന്ത്രിയായിരുന്നു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, പിന്നെ ഫസ്റ്റിൽ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. മറ്റ് പല 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 കാരണങ്ങൾ കൊണ്ടും നല്ല ഒരു മത്സരമാണ് നടന്നിട്ടുള്ളത്. ഈ രാജഗോപാൽ സാറിനോടുള്ള മത്സരം ഇത്രയും കടുത്തതായിരുന്നില്ല. അതിൽ കുമ്മന സാറിനോടുള്ള മത്സരം ഇത്രയും കടുത്തതായിരുന്നില്ല. ഇപ്രാവശ്യം നല്ല കടുത്ത മത്സരം തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ അതൊരു നല്ല ത്രികോണ മത്സരമായിട്ട് വന്നു. ഇപ്പോൾ ശബരി തുടക്കം മുതൽ തന്നെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ശബരിയുടെ ഒരു രീതി അനുസരിച്ചുള്ള ഒരു നല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശബരി നടത്തി. പക്ഷേ അവിടെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. നമുക്ക് പാർലമെൻറ്റിൽ ഇലക്ഷൻ കിട്ടുന്നത് BJPക്ക് മുൻതൂക്കമാണ്, അതുപോലെ കോർപ്പറേഷന് BJPക്ക് മുൻതൂക്കമാണ്. പക്ഷേ അസംബ്ലിക്ക് ഒരിക്കലും BJPക്ക് മുൻതൂക്കം വരാറില്ല. കോൺഗ്രസിനൊരു UDFന് സംഭവിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രാവശ്യം 20,000 വോട്ട്, ഒരു പ്രാവശ്യം 15,000 വോട്ട് മാത്രമാണ് പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ആകെ 36,000 വോട്ട് പിടിച്ചത് കെ മുരളീധരൻ മത്സരിക്കുന്ന അവസരത്തിലാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ പിന്നെ UDFന് ശബരിക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് നമുക്ക് ഇനിയിപ്പം നാളെ നമുക്കറിയാമല്ലോ. ഇത് നമുക്ക് അറിയുന്നതിന് വേണ്ടി പിന്നെ കഴിയും. ശബരി ഒരു മത്സരം ഉണ്ടാക്കിയിട്ടുണ്ട്. ശിവകുട്ടിയേട്ടാ, ഈ തെരഞ്ഞെടുപ്പിലെ അണ്ണൻ വിജയിക്കുകയാണെങ്കിൽ അത് ആ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും 2021 അതേ പാറ്റേൺ ആവർത്തിച്ചു എന്ന് നമുക്ക് പറയാം. ഇനി അതല്ല, പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ തന്നെ കുറേ നേതാക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ അവിടെ കാര്യമായി, ഇപ്പോൾ ശബരിയും പറയുമായിരുന്നു, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവാണ് അവിടെ BJP നടത്തിയത് എന്നുള്ളതാണ്. ആ മണ്ഡലത്തിൽ മാത്രം പല ഫ്ലെക്സുകളും ഇപ്പോഴും കെട്ടാതൊക്കെ ബാക്കി ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു പണമൊഴുക്ക് അവിടെ ഉണ്ടായില്ലേ നേമത്ത്? അതിനെ സംബന്ധിച്ചിടത്തോളം ആരുണെ പിന്നെ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കില്ല. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ BJP ഈ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. BJP ഈ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന 2 ഗൗരവമുള്ള പ്രശ്നം. ഒന്ന്, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങുക, കാശ് കൊടുത്ത് ഗവൺമെൻറ് രൂപീകരിക്കുക. 2, തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 209 ബൂത്തുണ്ട് നിയമമണ്ഡലത്തിൽ. ഒരിക്കലും ഞാൻ ആ തുകയൊന്നും പറയുന്നില്ല, അരുണിന് പോലും അത് പിന്നെ വിലയിരുത്തുന്നതിന് വേണ്ടി കഴിയാത്ത രൂപത്തിൽ കോടാനുകോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. കോടാനുകോടി രൂപയാണ് അവിടെ ചെലവഴിച്ചിരിക്കുന്നത്. പിന്നെ സമ്പത്ത് മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളും ഏതൊക്കെ രൂപത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമോ അതെല്ലാം അവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സാരി വിതരണം ചെയ്തവരെ പിടിച്ചല്ലോ, ഇപ്പോൾ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചല്ലോ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മറ്റോ ആണെന്ന് തോന്നുന്നു, പെട്ടി കൊണ്ടുപോയപ്പോൾ തകരാറായി കുഴപ്പമായത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ RMSൽ വന്ന 4 പെട്ടി ഒരു കാറിൽ കയറ്റി കൊണ്ടുപോയതിനെ സംബന്ധിച്ചുള്ള ഞാൻ പരാതി കൊടുക്കുകയും പോലീസ് കമ്മീഷണർ നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ID കാർഡ് കൊണ്ട് കാണിച്ചാൽ മാത്രം മതി. ID കാർഡ് കാണിച്ചിട്ട് അയാളുടെ പിന്നെ ടെലിഫോൺ നമ്പറും കൂടെ പറഞ്ഞാൽ അതിന് പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ വച്ചിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകരെയില്ല. ആ ഉദ്യോഗസ്ഥന്മാർ Google Pay നടത്തും. ഒരു വോട്ടിന് ഇത്ര രൂപ എന്ന് പറയും. ഒരു കുടുംബത്തിൽ പിന്നെ 5 വോട്ടുണ്ടെങ്കിൽ ഒരു വോട്ടിന് 2,000 രൂപ വെച്ച് 5 × 2 10,000 രൂപ അപ്പം Google Pay ചെയ്ത് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ അപ്പോൾ വീട്ടിൽ പോയി രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല, കയറി ഇറങ്ങി നടന്ന വോട്ട് യാചിക്കേണ്ട കാര്യമില്ല. എല്ലാം പൈസ കൊടുത്ത് പിന്നെ വാങ്ങുക. ജനാധിപത്യത്തെയും അഭിപ്രായത്തെയും എല്ലാം ചിഹ്നത്തെയും ഒക്കെ തന്നെ പൈസ കൊടുത്ത് വാങ്ങുക എന്നുള്ള നിലയിലേക്ക് പോയിരിക്കുകയാണ്.
ഒരു രാഷ്ട്രീയ യോഗം പോലും BJP വെച്ചില്ലല്ലോ. ആകെ പ്രധാനമന്ത്രി നിയമമണ്ഡലത്തിൽ കരമന ജംഗ്ഷനിൽ വന്ന് ഒരു 10 മിനിറ്റ് നേരം അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തിയതല്ലാതെ വേറെ ഒരു കാര്യമായിട്ടുള്ള ഒരു പൊതുസമ്മേളനമോ രാഷ്ട്രീയ വിശീർണ യോഗമോ അവരുടെ നിലപാട് എന്താണെന്നുള്ള യോഗമോ നടത്തുന്നതിന് വേണ്ടി അവർ തയ്യാറായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഞാൻ കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവർ നടത്തി. സാധാരണ BJP തെരഞ്ഞെടുപ്പ് ഞാൻ വികസനം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു, അദ്ദേഹം വന്നില്ല. വീണ്ടും ഞാൻ ഏത് സമയം വേണമെങ്കിലും ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം, അപ്പോൾ പിന്നെ കുറച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ആരാ ജയിക്കട്ടെ ആരാ തോക്കട്ടെ, നമുക്ക് ഈ നിയമത്തിൽ നടന്നിട്ടുള്ള വികസനത്തെ പറ്റി ഒരു ചർച്ചയാവാം. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമുക്കൊരു ചർച്ചയാവാം. അങ്ങനെയൊക്കെ വേണമല്ലോ. അല്ലാതെ നമ്മളൊരു രാഷ്ട്രീയ പിന്നെ ഇല്ലാത്ത കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നടന്നാൽ ശരിയാവില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് BJPയുടെ ഒരു പൊതുസമ്മേളനം പോലും നടത്തിയിട്ടില്ല, ഒരു ജാഥ പോലും നടത്തിയിട്ടില്ല. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരു കാറിൽ വന്ന് ഇറങ്ങും, കുറച്ച് നേരം നടക്കും, അങ്ങ് പോകും. ഇവിടെ പാപ്പനംകോട് ഉള്ള ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവരുടെ കൺവെൻഷൻ നടന്ന് അപ്പോഴാണ് രണ്ട് സ്വാമിമാർ വന്ന് കയറി, അതോടുകൂടി അതും അവസാനിപ്പിച്ചു അവിടെ വെച്ച്. പക്ഷേ നേമത്തെ ഈ പണം കൊടുത്ത് വോട്ട് പെട്ടിയിലാക്കാം എന്ന് കരുതുന്ന നേതാക്കൾക്ക് ശിവൻകുട്ടി അണ്ണനെ പക്ഷേ അത്ര അറിയത്തില്ലല്ലോ. ശിവൻകുട്ടി അണ്ണൻ പണ്ടും മുണ്ടും അടക്കി കുത്തി നേമത്തെ ആണെങ്കിലും എവിടെ പ്രവർത്തിക്കുന്നോ ആ മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമാണല്ലോ. ആ മണ്ഡലത്തിലെ ഓരോ മനുഷ്യരെയും ശിവൻകുട്ടി അണ്ണൻ അറിയാം, ശിവൻകുട്ടി അണ്ണനെയും നന്നായിട്ട് അറിയാം. അപ്പോൾ കൈവിടാൻ സാധ്യത കുറവാണ്. ജയിച്ചാൽ എത്ര ഭൂരിപക്ഷമായിരിക്കും ശിവൻകുട്ടി അണ്ണൻ ഒരു കണക്കൂട്ടിയിരിക്കുന്നത്? ഇനി നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ ഞാൻ വലിയ തോതിൽ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ആദ്യം ജയിച്ചപ്പോൾ 6000-ന് പുറത്തുണ്ടായിരുന്നു ശ്രീരാജഗോപാലിനോട്. രണ്ടാമത് ഞാൻ തോറ്റതും ഏതാണ്ട് അത്രയും വോട്ടാണ് തോൽക്കുന്നത്. തോറ്റ അവസരത്തിൽ എനിക്ക് ജയിച്ചതിനേക്കാൾ ഭൂരിപക്ഷം കൂടുതലുണ്ടായിരുന്നു. ഇപ്പം ഈ വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതേ ഒരു പാറ്റേൺ 5000-ന് താഴെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നേമത്തെ ജനങ്ങളിൽ ഇപ്പോഴും അണ്ണന് വിശ്വാസമുണ്ട്, എത്ര പണം ഇറക്കിയാലും അല്ലേ? അല്ല, അത് അവിടെ ഇപ്പം നമ്മൾ പൊതുവിൽ ഈ പണവും അതുപോലെ മറ്റു കാര്യങ്ങളും കൊടുത്ത ആളുടെ സ്വാധീനിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടൊരു അഭിപ്രായം ആൾക്കാരുടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇന്നയാൾ പണവും കൊണ്ട് വന്നു, ഞങ്ങൾ വാങ്ങിയില്ല, അങ്ങനെ പറയാൻ വേണ്ടി കുറേ ആൾക്കാർ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ നമ്മുടെ ഒരു അഭിപ്രായവും നമ്മളെ വിലയ്ക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടി പാടുണ്ടോ എന്നുള്ള നിലയിലുള്ള ഒരു അഭിപ്രായവും നമ്മുടെ നാട്ടിൽ ജനാധിപത്യ ബോധമുള്ള ആൾക്കാരിൽ വരുന്നുണ്ട്. കാരണം ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച MP-മാരെ വിലയ്ക്ക് വാങ്ങുക, ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത MLA-മാരെ മുഴുവൻ വിലയ്ക്ക് വാങ്ങുക, പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കുക, ഇത്രയും നാണം കെട്ട പിന്നെ ഒരു ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം കൂടി, ഇനിയിപ്പം എന്തെങ്കിലും കാരണവശാൽ അങ്ങ് തോറ്റുപോയി വരിക, നമ്മൾ അവിടെ തോറ്റിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇപ്പം പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് വനവാസത്തിന് പോകുമെന്നാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും തീരുമാനം എടുക്കാൻ സാധ്യതയില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് ചോദിച്ചതാ. ഞാൻ ജനങ്ങളോടൊപ്പം തോറ്റാലും ഉണ്ടാവും ജയിച്ചാലും ഉണ്ടാവും. ഇത് ആദ്യം ഞാൻ തോക്കുന്ന ഒരു പ്രാവശ്യം മാത്രമേ തോറ്റിട്ടുള്ളൂ. ബാക്കി പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ മത്സരിച്ച് ജയിച്ചു, പിന്നെ നിയമസഭയിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമേ തോറ്റിട്ടുള്ളൂ. തോറ്റു കഴിഞ്ഞാലും വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവരോടൊപ്പം ഉണ്ടാവും. തോക്കുന്നതിനുള്ള കാരണങ്ങളെ സംബന്ധിച്ചിടത്തോളം സജീവമായി പരിശോധിക്കും, പാർട്ടിയും പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തും. അതല്ലാതെ ഈ വനവാസത്തിന് പോകുമെന്നോ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നോ, അപ്പം നമ്മൾ ഈ സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്, ഈ സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ് അല്ലല്ലോ ഞാനന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. ഈ സ്ഥാനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഗ്രഹം ഇനിയിപ്പോൾ ജയിച്ചില്ലല്ലോ, എനിക്കിതെല്ലാം അവസാനിപ്പിക്കാം. അത് ജനങ്ങളോട് നടത്തുന്ന ഒരു വെല്ലുവിളിയാണ്, ജനങ്ങളെ പരിഹസിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ ലാൽ സലാമിൻ്റെ സിനിമ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ ശിവൻകുട്ടി അണ്ണൻ? അതിനകത്ത് ഈ അന്നമ്മോ നമ്മുടെ പാർട്ടി ജയിക്കും എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഓർമ്മിക്കുന്നില്ല കേട്ടോ. മോഹൻലാലിന്റെ കഥാപാത്രമേ ഈ ലാൽ സലാം എന്നൊരു സിനിമയിൽ ഉർവശി എടുത്ത് പറയുന്നുണ്ട്, ഈ പാർട്ടി ജയിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന സമയത്ത് അന്നമ്മോ നമ്മുടെ പാർട്ടി ജയിക്കും കേട്ടോ എന്ന് പറയുന്ന പോലെ പാർവതി ചേച്ചി എടുത്ത് പറഞ്ഞോ ശിവൻകുട്ടി അണ്ണൻ, എന്തൊക്കെയാണെങ്കിലും നമ്മുടെ പാർട്ടി അധികാരത്തിൽ വരുമെന്ന്.
അതെ അത് ഞാൻ പാർവതിയോടും ഗോവിന്ദ് ശിവനോടും അപ്പൂരോടും പറഞ്ഞു കഴിഞ്ഞു. അവരും അതിനുവേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശിവൻകുട്ടിയണ്ണ കാര്യങ്ങൾ ഉഷാറാവട്ടെ, നന്നായി വരട്ടെ ഫലം എന്നാണ് ആശംസിക്കുന്നത്. ഗംഭീരമാവട്ടെ. കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങാണ്. സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിന് മനസ്സിലതൊക്കെ അത് ഉണ്ടാവും ശിവൻകുട്ടിയണ്ണ. എന്തായാലും അരുണിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. താങ്ക് യു. അപ്പോൾ നാളെ എവിടെ ഇരുന്നാ, വീട്ടിൽ ഇരുന്നാണോ കാണുന്നത് അതോ പാർട്ടി ഓഫീസിൽ പോകും രാവിലെ? വീട്ടിലിരുന്ന് കാണാം. ഓക്കെ, താങ്ക് യു ശിവൻകുട്ടിയാണ്. അപ്പം നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ടി വി കൂടി കാണാം. അത് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് കാണുകയും ചെയ്യാം. താങ്ക് യു ശിവൻകുട്ടിയാണ്. താങ്ക് യു. കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് നേമത്തെ അവസ്ഥ മനസ്സിലായല്ലോ. വളരെ ഒരുപാട് ഫാക്ടേഴ്സ്, എക്സ് ഫാക്ടേഴ്സ്, വൈ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് നേമത്തെന്നുള്ളതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.